കൊച്ചി നഗരത്തിൽ കാൽനട യാത്ര പോലും ദുഷ്കരമാക്കുന്ന തരത്തിലാണ് മിക്ക നടപ്പാതകളും. അപകടങ്ങൾ തുടർക്കഥയാകുന്നതോടെ ഹൈക്കോടതി രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. ഫണ്ടില്ലാത്തതാണ് അറ്റകുറ്റപ്പണികൾ വൈകുന്നതിന് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. നടപ്പാതകൾ നിർമ്മിക്കുന്നത് നടക്കാനാണ്. എന്നാൽ കൊച്ചിയിലെ നടപ്പാതകൾ മനുഷ്യന്റെ നടുവൊടിക്കാനാണ്. കാട് കയറിയ ചില നടപ്പാതകൾ കണ്ടുപിടിക്കണമെങ്കിൽ പോലും പ്രയാസമാണ്. ടൈലുകൾ ഇളകിയും കോൺക്രീറ്റ് സ്ലാബ് മാറ്റിവെച്ചതുമായ നടപ്പാതകൾ പലതും അപകടങ്ങളും വിളിച്ചു വരുത്തുന്നു. റോഡിന്റെ ഫുട്പാത്തിന്റെ വഴി പൊട്ടിക്കിടക്കണോണ്ട് തന്നെ നമുക്ക് നടന്നു വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ തട്ടോ എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ഇങ്ങനെ നടന്നു വരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നന്നാക്കിയിരുന്നെങ്കിൽ ഇത്രയും കൂടി സൗകര്യമായാനേ. സാധാരണക്കാർക്കൊപ്പം ഭിന്നശേഷിക്കാരെയും വലയ്ക്കുന്നതാണ് ഈ നടപ്പാതകളൊക്കെയും. കാനകളുടെ മുകളിലെ സ്ലാബുകൾ പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടില്ലാത്തത് മഴക്കാലത്ത് അപകടം വർദ്ധിപ്പിക്കുന്നു. ഓപ്പറേഷൻ ഫുട്പാത്തുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച കോടതി അടിയന്തരമായ പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ നടപ്പാതകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ ഫണ്ടില്ലെന്നാണ് കോടതിയിൽ അധികൃതർ നൽകിയ വിശദീകരണം. കാൽനടക്കാർക്ക് നടക്കാൻ വേണ്ടി സുരക്ഷിതമായിട്ട് നടക്കാൻ വേണ്ടിയുള്ള നടപ്പാത കെട്ടിക്കഴിഞ്ഞാൽ അത് മെയിൻ്റെനൻസോ അതിനുള്ള തുക വെക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം DLP തുകകൾ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസ്, അതും ഈ ചെളി കോരിയതിന് ശേഷം ഇത്തരം റിപ്പയറുകൾ അടിയന്തര ഘട്ടത്തിൽ അടിയന്തര പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യാതെ പോകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വന്ന് നഗരത്തിൽ കാൽനടക്കാർക്ക് നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വന്നെത്തിച്ചേർന്നത്. നടപ്പാതകളുടെ വികസനത്തിനായി കൊച്ചി മെട്രോ, സ്മാർട്ട് സിറ്റി, കൊച്ചി കോർപ്പറേഷൻ, പൊതുമരാമത്ത് വകുപ്പ്, ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റി, കളമശ്ശേരി, തൃപ്പൂണിത്തുറ, മരട് മുനിസിപ്പാലിറ്റികൾ എന്നിവ ഉൾപ്പെട്ട ഏകോപന സമിതി കളക്ടറുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത്. സുരക്ഷിതമായ യാത്ര കാൽനട യാത്രക്കാർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അവ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അധികൃതരുടേതാണ്. കൊച്ചിയിൽ നിന്നും അക്ഷയ് VS ദേവൻ MP, ന്യൂസ് മലയാളം, കൊച്ചി.